അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സെപ്റ്റംബർ 1-ാം തീയതി, അതായത് ഇന്നലെ ചേർന്ന PSC യോഗത്തില് 18 തസ്തികകളിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് PSC യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാനും ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാനൊക്കെ തന്നെ PSC യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. 18 തസ്തികകളിൽ, അതായത് സെപ്റ്റംബർ 15-ാം തീയതി സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടൊപ്പം തന്നെ ഒക്ടോബർ 10-ാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം ഉൾപ്പെടുത്തിയാണ് ഗസറ്റിലെ വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് PSC യോഗം തീരുമാനിച്ചിട്ടുള്ളത്. അക്കൗണ്ട്സ് ക്ലർക്ക് ഉൾപ്പെടെയുള്ള 18 തസ്തികകളിലാണ് വിജ്ഞാപനം വരാൻ പോകുന്നത്. ഏതൊക്കെ തസ്തികകളിലാണ്, സ്റ്റേറ്റ് വൈഡ്, അതുപോലെ തന്നെ ജില്ലാതലം, അതുപോലെ തന്നെ സ്പെഷ്യൽ കാറ്റഗറി, ഏതൊക്കെ തസ്തികകളിലാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് നോക്കാം. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ, അതാണ് സ്റ്റേറ്റ് വൈഡ് ആണ്. പട്ടികജാതി വികസന വകുപ്പില് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ, അതും സ്റ്റേറ്റ് വൈഡ് ആണ്. പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസിൽ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, അതും സ്റ്റേറ്റ് വൈഡ് ആണ്. കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിലെ ട്രാഫിക് സൂപ്രണ്ട്, അതും സ്റ്റേറ്റ് വൈഡ് ആണ്. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 2, അത് ഗ്രേഡ് 3, അതും സ്റ്റേറ്റ് വൈഡ് ആണ്. അതുപോലെ തന്നെ സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിൽ അക്കൗണ്ടന്റ്, അതുപോലെ തന്നെ ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ട് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ അക്കൗണ്ട്സ് ക്ലർക്ക്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തുടങ്ങിയ തസ്തികകളിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാം സ്റ്റേറ്റ് വൈഡ് ആണ്. കൂടാതെ സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിൽ അക്കൗണ്ടന്റ് ഗ്രേഡ് 2, അതുപോലെ തന്നെ അക്കൗണ്ട്സ് ക്ലർക്ക്, ജൂനിയർ അക്കൗണ്ടന്റ്, സ്റ്റോർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തുടങ്ങിയ തസ്തികകളിലും വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് PSC യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാ തലത്തില് മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പില് ഹൈസ്കൂൾ ടീച്ചർ, സോഷ്യൽ സയൻസ്, മലയാളം മീഡിയം, അത് തസ്തിക മാറ്റം മുഖേന, അത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലെ ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റ് യൂണിറ്റ് സെക്യൂരിറ്റി ഗാർഡ് ഗ്രേഡ് 2, വിമുക്ത ഭടന്മാർ മാത്രം, പട്ടികവർഗം, അതാണ് ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം. അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലത്തിലെ കൊല്ലം ജില്ലയിലെ ആരോഗ്യ വകുപ്പില് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2, അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ NCC സൈനിക വകുപ്പില് ക്ലർക്ക് ടൈപ്പിസ്റ്റ്, അത് വിമുക്ത ഭടന്മാർക്ക് വേണ്ടി മാത്രമാണ്. കണ്ണൂർ ജില്ലയിലെ കാർഷിക ക്ഷേമ വകുപ്പില് ട്രാക്ടർ ഡ്രൈവർ, ഇങ്ങനെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം. അതുപോലെ തന്നെ NCA നോട്ടിഫിക്കേഷൻ, അതായത് ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷനില് കേരള ലിമിറ്റഡ് ബോയിലർ അറ്റൻഡന്റ്, അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡില് മാനേജർ ഗ്രേഡ് 2, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡില് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ കേരള കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡില് മാർക്കറ്റിംഗ് മാനേജർ, അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ലിമിറ്റഡില് ജൂനിയർ ക്ലർക്ക്. ഇങ്ങനെയാണ് NCA റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിൽ വരുന്നത്. കൂടാതെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഏതൊക്കെ തസ്തികകളിലാണെന്ന് നമുക്ക് നോക്കാം. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ കാറ്റഗറി നമ്പർ 276/2024, അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ കാറ്റഗറി നമ്പർ 660/2024, വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഹൈസ്കൂൾ ടീച്ചർ 604/2024, അതുപോലെ തന്നെ കൊല്ലം, എറണാകുളം ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഹൈസ്കൂൾ ടീച്ചർ 737/2024, അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഹൈസ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം, അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസിൽ ബ്ലാക്ക് സ്മിത്തി ഇൻസ്ട്രക്ടർ, അത് 333/2024, അതുപോലെ തന്നെ ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ വിദ്യാഭ്യാസ ഡ്രോയിങ് ടീച്ചർ 079/2024, അതുപോലെ തന്നെ തൃശ്ശൂർ, കൊല്ലം, കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ SUC നാടാർ OBC LC AI മുസ്ലിം ഇതിന്റെ, അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റി ഡെപ്യൂട്ടി അക്കൗണ്ട്സ് മാനേജർ, ഇത്രയും തസ്തികകളിൽ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടും PSC യോഗം തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡില് ഇലക്ട്രീഷ്യൻ കാറ്റഗറി നമ്പർ 246/2024, 093/2024, ഈ തസ്തികകളിൽ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടും PSC യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ ചേർന്ന PSC യോഗത്തിലാണ് 18 തസ്തികകളിലാണ്
PSC വിജ്ഞാനം പുതുതായിട്ട് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് യോഗം തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും അവർക്ക് ഒക്ടോബർ 10 വരെ അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം ലഭിക്കുമെന്നുള്ള രീതിയിലാണ് നോട്ടിഫിക്കേഷനുകളൊക്കെ തന്നെ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അവരവർക്ക് യോഗ്യരായ തസ്തികകളിലെല്ലാം തന്നെ വിജ്ഞാപനം വരുമ്പോൾ തന്നെ നോക്കിക്കണ്ട് കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.